നിങ്ങൾ ഡിസൈൻ ചെയ്ത ആപ്പിനെ മറ്റുള്ള ആപ്പിൽ നിന്ന് വ്യത്യസ്തമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ മറ്റുള്ള ആപ്പിനെ നിങ്ങൾ ഒരിക്കലും കോപ്പി ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. അവിടെ ഗ്യാപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്തുകൊണ്ടാണ് ഗ്യാപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്? സിമ്പിളാണ്. യൂസേഴ്സ് പഴയ ഫീച്ചേഴ്സ് ഉപയോഗിച്ച് മടുത്തിരിക്കുകയാണ്. യൂസേഴ്സിന് ബെറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ആവശ്യം. ഒന്ന്, സ്മൂത്തറായിട്ടുള്ള ഫ്ലോസ് ആണ് ആവശ്യം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പേഴ്സണലൈസേഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കൂടുതൽ യൂസേഴ്സ്. ഇപ്പോൾ നമുക്ക് മറ്റുള്ളവർ എന്ത് മിസ് ചെയ്തു എന്ന് നമുക്ക് സ്പോട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ വിജയം. ഇപ്പോൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്റ്റേജസ് എന്ന് പറയുന്ന ആപ്പിൽ നമ്മൾ കോമ്പറ്റീറ്റേഴ്സിനെ സ്റ്റഡി ചെയ്തതിന് ശേഷം നമുക്ക് മേജറായിട്ടുള്ള കുറച്ച് ഗ്യാപ്പ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിച്ചു. അതിലിപ്പോൾ എല്ലാം പറയുന്നില്ല, കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പറയാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഒരു ഗ്യാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ വെൽനസ് സ്റ്റേക്കേഷൻ, അതായത് ആയുർവേദ പോലത്തുള്ള ഒരു വെൽനസ് സ്റ്റേക്കേഷൻ അവർക്ക് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഫിൽറ്ററിൽ പെറ്റ് സപ്പോർട്ട് കണ്ടെത്താനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂഡ് ബേസ് റെക്കമെൻഡേഷൻ ഇല്ല. എക്സാമ്പിൾ റിലാക്സേഷൻ, അഡ്വഞ്ചറസ്, റൊമാൻറ്റിക്. പിന്നെ മോസ്റ്റ് ഓഫ് ദ ആപ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ടുള്ള കുറേ UI ഡിസൈൻസ്, അതായത് നോൺ ടെക്കീസിനും കുറച്ച് പ്രായമായ യൂസേഴ്സിനും ഉപയോഗിക്കാം കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കുറച്ച് UI ഡിസൈൻസും ഉണ്ട്. സ്റ്റേജസ് ആപ്പിൽ നമുക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഇതൊക്കെയാണ്. നമ്മൾ കോമ്പറ്റീറ്റീവ്സിനെ റിസർച്ച് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്ത് ഉണ്ട് എന്ന് നമ്മൾ നോക്കേണ്ടത്. അവർക്ക് എന്താണ് ഇല്ലാത്തത്, അതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. നമ്മൾ ഡിസൈൻ ചെയ്ത കാര്യങ്ങൾ യൂസേഴ്സിന് ഈ ആപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് യൂസേഴ്സിന് അത് ഓർമ്മയിൽ ഇരിക്കണം.